ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ശ്രുതി അടിച്ച് വിറ്റായിട്ട് നിൽക്കുകയാണല്ലോ. അന്നേരം ഇളയച്ചൻ പറയുന്നുണ്ട്, ശ്രുതി മോളെ ഇവനെ കൊണ്ടുവന്ന് റൂമിൽ കിടത്താൻ. അന്നേരം എഴുന്നേറ്റ് നിൽക്കുന്ന ശ്രുതി ഇങ്ങനെ ഇളയച്ച എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഇളയച്ചനാണ് എനിക്ക് വെള്ളം ഇങ്ങനെ വായിൽ ഒഴിച്ചു തന്നെന്നുള്ള കാര്യം പറയാൻ വേണ്ടി തുടങ്ങുകയെന്ന് അറിയുമ്പോഴേ ഇളയച്ചൻ പറയും, മോനെ ശ്രുതി, ഞാൻ എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇനി മോനായിട്ടൊന്നും പറയണ്ട, ശ്രുതി കൊണ്ടുപോയി കിടത്തുവനെ എന്ന് പറഞ്ഞ് ഉടനെ ശ്രുതിയെ പിടിച്ചു കൊണ്ടുവന്ന് അകത്ത് കിടത്തുന്നുണ്ട്. ശ്രുതി മദ്യപിച്ചതിന് കാരണം സച്ചിയാണെന്ന് പറഞ്ഞ് ചന്ദ്രമതി ഓരോ ബഹളമൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അച്ഛമ്മയും പറയുന്നുണ്ട്, സച്ചി ഇനി ഇങ്ങനത്തെ പരിപാടിയൊന്നും കാണിച്ചേക്കരുത്, എൻ്റെ കയ്യിൽ നിന്ന് നീ മേടിക്കുമെന്ന്. അത് കേൾക്കുമ്പോഴത്തേന് രേവതിക്കും സങ്കടമൊക്കെ ആകുന്നുണ്ട്. റൂമിൽ ചെന്ന് കഴിയുമ്പോഴത്തേന് ശ്രുതിയെ ഒരുപാട് തല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട്. നീ എന്തിനാ ശ്രുതി കുടിച്ചത്, ഇനി കുടിക്കാമായിരുന്നോ എന്നൊക്കെ ചോദിക്കും. അന്നേരം അത് ഞാൻ കുടിക്കണമെന്ന് ആഗ്രഹിച്ചതല്ല, അവരെല്ലാവരും കൂടി എന്നെ കയ്യിൽ പിടിച്ചിരുത്തിയിട്ട് വായിൽ ഒഴിച്ചു തരികയില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കും. നിനക്ക് തുപ്പി കളയത്തില്ലായിരുന്നോ, നീ എന്തിനാ അത് കുടിക്കാൻ പോയെന്നൊക്കെ ചോദിച്ച് ശ്രുതി അങ്ങ് ബഹളം വെക്കുകയാണ്. അപ്പോൾ ശ്രുതി അവസാനം പറയും, എന്തായാലും കുടിച്ചപ്പോൾ ഒരു ബുദ്ധിമുട്ടും ചവർപ്പും ഒക്കെ തോന്നി, പക്ഷേ ഇപ്പോൾ നല്ല സുഖമുണ്ട് എന്ന് പറയും. എന്നിട്ട് പിന്നെ ആ ഗ്ലാസ് എടുത്തിട്ട് പറയും, ആ മോരുവെള്ളത്തിന് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഒരു ഗ്ലാസ് മോരുവെള്ളം കൂടെ കിട്ടുമോ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പെഗ് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിനക്ക് ഇനി വേണമല്ലേ എന്നൊക്കെ ചോദിച്ച് ശ്രുതിയെ കൈ കെട്ടുന്ന പുസ്തകവും ബുക്കോ അതൊക്കെ വെച്ചൊക്കെ തല്ലുന്നുണ്ട്. ശ്രുതി പുറത്തേക്ക് വരുമ്പോഴത്തേന് ചന്ദ്രമതി ഇങ്ങനെ കസേരയിൽ വിഷമിച്ചിരിക്കുകയാണ്. എന്താ ആൻറ്റി വിഷമിച്ചിരിക്കുന്നത് ചോദിക്കുമ്പോഴത്തേന് പറയും, ശ്രുതി ഉറങ്ങിയോ മോളെ, അവനിങ്ങനെ കുടിക്കാറൊന്നും ഇല്ലാത്തന്നൊക്കെ പറയും. അത് സാരമില്ല ആൻറ്റി, ഇപ്പം ശ്രുതി ഉറങ്ങിയല്ലോ, കുഴപ്പമൊന്നുമില്ലെന്ന് പറയും. എന്നാലും മോടെ ഇളയച്ചൻ എന്ത് വിചാരിച്ച് കാണും, അദ്ദേഹം ഇതൊക്കെ നിൻ്റെ അച്ഛനോട് പറഞ്ഞു കൊടുത്താലോ, ഇനി എന്തായാലും അവനെ അങ്ങനെ വിടാൻ പറ്റത്തില്ല, നീ നിൻ്റെ അച്ഛനോട് പറഞ്ഞ് എങ്ങനെയും ഒരു ബിസിനസ് തുടങ്ങണം, അവൻ്റെ ജാതകത്തിൽ അവൻ ഉയരങ്ങളിലെത്തുമെന്നുണ്ട്, അതുകൊണ്ട് ഇളയച്ചൻ്റെ ആ ബിസിനസ് തന്നെ നടത്തണം പറയാൻ പറയും. അന്നേരത്തേന് ശ്രുതി ഓർക്കുന്നുണ്ട്, എന്നാൽ ഇറച്ചി വീട്ടിന് തന്നെ പോകേണ്ടി വരുന്നു, വേണ്ട ആൻറ്റി, അവൻ ഇളയച്ചൻ്റെ ബിസിനസ് നടത്തണ്ടെന്ന് പറയും. അതിനെന്താ മോളെ, അവൻ ഇളയച്ചൻ്റെ ബിസിനസ് നടത്തിക്കോട്ടെ, എന്തായാലും അവനൊരു ബിസിനസ് തുടങ്ങണമല്ലോ, അപ്പം പിന്നെ ഇളയച്ചൻ്റെ കൂടെ തന്നെ നിൽക്കുന്നതല്ലേ നല്ലതെന്നൊക്കെ പറയും. അതൊക്കെ ഞാൻ പറയാം ആൻറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി അകത്തേക്ക് വിടുന്നുണ്ട്. അന്നേരം വീണ്ടും ശ്രുതി ഓർക്കും, ഇവരെങ്ങനെ പോയെന്ന് പറഞ്ഞാലും ഈ ബിസിനസ്സിൽ തന്നെയാണല്ലോ വന്ന് തൂങ്ങുന്നത്, ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നീട് ശ്രുതി ഇങ്ങനെ ജനലിൻ്റെ അവിടെ നിൽക്കുമ്പോഴാണ് സച്ചിൻ കൂട്ടുകാരനോട് പുറത്ത് സംസാരിക്കുന്ന കാണുന്നത്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എടാ എനിക്ക് ആ ഇളയച്ചനെ വല്ലാത്ത സംശയമുണ്ട്, അയാൾ ശരിക്കും ഒരു മലേഷ്യക്കാരനൊന്നുമല്ല, തനി നാടൻ സംസാരവും നാടൻ പ്രവർത്തികളുമാണ്, എന്തൊരു കുടിയാണ് കുടിച്ചത്, ഇതൊക്കെ സാധാരണക്കാർ കുടിക്കുന്ന പോലെ തന്നെയാണല്ലോ കുടിച്ചത് എന്നൊക്കെ പറയുമ്പോഴത്തേനും ശ്രുതി ഞെട്ടുന്നുണ്ട്. ദൈവമേ, ഇവന്മാർ കണ്ടുപിടിക്കുമോന്ന്, എന്തായാലും നമുക്കിത് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളെന്ന് സച്ചി പറയും. നാളെ തന്നെ ഇതിനെ എല്ലാം പുറത്തെത്തിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേനും ഉടനെ ശ്രുതി ഓർക്കാം, ഇവന്മാർ മനഃപൂർവ്വം വീരാനെ കൊണ്ട് വെള്ളം അടുപ്പിച്ച് സത്യം അറിയാൻ വേണ്ടി ചെയ്തതായിരിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേന് സച്ചി പറയുന്നുണ്ട്, എന്നാലും അയാൾ ശ്രുതിയെ എന്തിനാ അങ്ങനെ വെള്ളം അടുപ്പിച്ചത്, ശ്രുതി വേണ്ടെന്ന് പറഞ്ഞതല്ലേ, നമ്മളും പറഞ്ഞതാണ് വേണ്ടെന്ന്, എന്നിട്ടും അയാൾ അവനെ കൊണ്ട് കുടിപ്പിച്ചില്ലെന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോഴത്തേന് ശ്രുതിക്ക് സത്യം മനസ്സിലാവുന്നുണ്ട്, സച്ചിയല്ല ശ്രുതിയെ വെള്ളം കുടിപ്പിച്ചത്, ഈ ബീരാനാണെന്ന്, അയാളെ ഞാനിന്ന് ശരിയാക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നേരെ റൂമിൽ ചെന്ന് അയാളെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. ബീരാൻ നല്ല ഉറക്കത്തിലായിരുന്നു. അയാൾ ചാടി എണ്ണീറ്റ് ചോദിക്കുന്നുണ്ട്, ക്യാമറയൊക്കെ എവിടെ, ജോഷി സാർ എൻ്റെ അഭിനയം കണ്ടിട്ട് എന്ത് പറഞ്ഞു എന്നൊക്കെ ചോദിക്കും. നിങ്ങളാണല്ലേ ശ്രുതിയെ വെള്ളം അടുപ്പിച്ചെന്നൊക്കെ ചോദിക്കാം. അന്നേരം പറയും, ഇവിടെയൊക്കെ ക്യാമറ ഉണ്ടല്ലേ, നീ സത്യം മനസ്സിലാക്കി കളഞ്ഞല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ രാവിലെ തന്നെ ഇവിടുന്ന് പോകണമെന്ന് പറയും. അതെങ്ങനെയാണ് ശരിയാണെന്ന്, ഞാൻ നിൻ്റെ ആൻറ്റിയോട് എനിക്കിഷ്ടമുള്ള ഫുഡുകളുടെ എല്ലാം ലിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്, അവരെന്നെ നന്നായിട്ട് സൽക്കരിക്കാമെന്നൊക്കെ പറഞ്ഞതാണ്, അപ്പോൾ അങ്ങനെ പോയാൽ അവരെന്ത് വിചാരിക്കും എന്നൊക്കെ പറയും. അതൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ രാവിലെ ഇവിടുന്ന് സ്ഥലം വിട്ടേക്കണം, ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി, ഞാൻ രാവിലെ ഒരു ഫോൺ വരുന്നതായിട്ട് അഭിനയിക്കും, അന്നേരത്തേന് ആ ഫോണിൽ നിങ്ങളുടെ ഭാര്യയായ എൻ്റെ ഇളയമ്മയ്ക്കാണ് വയ്യാഴിയെ പറയുന്നത്, അപ്പോൾ ഇളയമ്മയ്ക്ക് വയ്യാത്ത കാരണം നിങ്ങളോട് ഇത് പറയുമ്പോൾ നിങ്ങൾ സങ്കടപ്പെട്ട് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോകുന്നതായിട്ട് അഭിനയിക്കണമെന്ന് പറയും. നീയും അഭിനയിക്കുന്നുണ്ടോ, എന്തായാലും ചെയ്യാം എന്നൊക്കെ പറയും. രാവിലെ ചന്ദ്രമതി അടുക്കളയിൽ കയറി ചായയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ രേവതി വന്ന് പറയുന്നുണ്ട്, അമ്മ ഞാൻ ചായ ഇട്ട് തരുമായിരുന്നല്ലോ, അമ്മ എന്തിനാ കയറി അടുക്കളയിൽ എന്നൊക്കെ ചോദിക്കും. നിന്നെ കൊണ്ട് ഇനി ഇവിടെ പണി ഏൽപ്പിച്ചെന്ന് പറഞ്ഞ് അമ്മ എന്നെ വഴക്ക് പറയാനില്ലേ, എന്തായാലും നീ 2 ദിവസം കഴിയുമ്പോൾ അങ്ങ് വീട്ടിലോട്ട് വരുമല്ലോ, എൻ്റെ
എൻ്റെ വീട്ടിലാകുമ്പോൾ എനിക്ക് എന്തും പറയാം, ഇവിടെ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങ് ചായ ഇട്ടെന്ന് പറഞ്ഞ് ചായ എടുത്തുകൊണ്ട് വെളിയിലോട്ട് വരുമ്പോഴത്തേന് അമ്മ പറയുന്നുണ്ട്, ഇത് ചായ വന്നല്ലോ, എന്നാൽ രവിക്കുള്ളതായിരിക്കും എന്നുള്ള കാര്യത്തിൽ പറയുമ്പോൾ രവീന്ദ്രൻ പറയാം, എടി ഞാനൊരു ചായ ഇപ്പം കുടിക്കണമെന്ന് വിചാരിച്ചതേ ഉള്ളൂ, നീ അതിങ്ങ് കൊണ്ടുവരാം. അത് നിങ്ങൾക്കുള്ളതല്ല, ശ്രുതിയുടെ ഇളയച്ചനുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഇളയച്ചനെ വിളിക്കുന്നുണ്ട്. അയാൾ വരുന്നുണ്ടെ ആ ചായ അയാൾക്ക് കൊടുക്കും. എന്നിട്ട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ശ്രുതിയുടെ അച്ഛനോട് ഇങ്ങോട്ട് വരാൻ പറയണം, എന്നിട്ട് ശ്രുതിക്ക് ഒരു ബിസിനസ്സൊക്കെ ഇട്ട് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേന് സച്ചിയൊക്കെ വന്നിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഉള്ള ചായ രേവതിയും കൊണ്ട് കൊടുക്കും. ഉടനെ ശ്രുതി അങ്ങോട്ട് ഒരു ഫോൺ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് ആൻറ്റി എപ്പോഴായിരുന്നു, എന്ത് പറ്റി, വയ്യാഴികയാണോ, ഞാൻ ഇളയച്ചനോട് പറയാം, ഇളയച്ചൻ വന്നതിൻ്റെ കാരണം ഇവിടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു, ഇനിയിപ്പോൾ പറയാതിരിക്കുന്നത് എങ്ങനെയാണ്, പറഞ്ഞേക്കാം എന്നൊക്കെ പറയാം. അപ്പോൾ എല്ലാവരും ഈ ഫോൺ വിളിയിൽ ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട് എന്താണെന്ന്. അപ്പോൾ എല്ലാവരും ചോദിക്കും എന്ത് പറ്റിയെന്ന്. പറയാം ഇളയച്ചൻ ആൻറ്റിയാണ് വിളിച്ചത്, ഇളയച്ചൻ്റെ ഭാര്യയുടെ അനിയത്തിയാണ് വിളിച്ചത്, അന്നേരം ഇളയമ്മയ്ക്ക് വയ്യാഴികയായിട്ട് ഹോസ്പിറ്റലിലാണെന്ന് പറയും. ഏത് ഇളയമ്മയെന്ന് ഉടനെ വീരാൻ ചോദിക്കുന്നുണ്ട്. അപ്പം ശ്രുതി അങ്ങ് ആകെ വണ്ടടിക്കും, എങ്ങനെയാ ഇനി എങ്ങനെ പറഞ്ഞൊപ്പിക്കുന്നോർത്ത്. അപ്പോൾ എല്ലാവരും ഓർക്കുന്നുണ്ട് ഇതെന്താ ഇങ്ങനെ ചോദിക്കുന്നത്, ഏത് ഇളയമ്മയെന്ന് ചോദിക്കുന്നത്. അപ്പോൾ സച്ചിയും കൂട്ടുകാരനൊക്കെ ഇങ്ങനെ ഇതെന്താ ഇങ്ങനെയെന്നുള്ള പരുവത്തിൽ ബീരാനായിട്ട് നോക്കിയിരിക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.